അങ്ങനെ ദേ ഇന്ന് ഉണക്കച്ചെമ്മീൻ മാങ്ങ വെച്ചിട്ട് ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. ഒരു മാങ്ങ കിട്ടിയപ്പോൾ നല്ല പഴുത്ത മാങ്ങ കറിയിലിടാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനോർത്ത് ചമ്മന്തി അരച്ചാലോ എന്ന്. അപ്പോൾ കുറേ ദിവസം അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ദേ ഉണക്കച്ചെമ്മീൻ ഒന്ന് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് അത് വറുക്കാനായിട്ട് വെച്ചു. വെറുതെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളമയം ഒന്ന് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ ചട്ടിയിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തു. അങ്ങനെ അന്നേച്ചു അത് നല്ലോണം മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തു. നല്ലോണം ഒന്നും മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ചതഞ്ഞ് വരും. ഇത് നല്ലോണം ഒന്ന് പൊടിഞ്ഞു കേട്ടോ. അപ്പോൾ പൊടിഞ്ഞതിന് ശേഷം ദേ മാങ്ങ ഞാൻ ചെത്തി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ചെറുതാക്കി കഷ്ണമാക്കി അതും ഒന്ന് നല്ലോണം അരച്ചെടുത്തു. 2-3 കഷ്ണം ഉള്ളിയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും തേങ്ങയും ഇടാം. പക്ഷേ മാങ്ങ ഒന്ന് നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടണം. നല്ലോണം മാങ്ങ അരഞ്ഞ് ഇങ്ങനെ കുഴമ്പ് പരുവത്തിലായി. അപ്പോൾ അതിലേക്ക് ഇച്ചിരി തേങ്ങ, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച പോലെ എടുത്തു. അങ്ങനെ ദേ നമ്മുടെ തേങ്ങാ ചമ്മന്തി, മാങ്ങായും ചെമ്മീനും തേങ്ങയും കൂടിയുള്ള ചമ്മന്തി റെഡിയായി. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. കുറേ നാൾക്ക് ശേഷമാണ് റൈസ് ബ്രാൻ ഓയിൽ കിട്ടുന്നത്. അങ്ങനെ ദേ സൂപ്പറായിട്ട് ഞങ്ങളുടെ ചമ്മന്തി റെഡിയായി. ഓക്കെ, ബൈ ബൈ.